നമസ്കാരം. ഉദ്ഘാടനം കഴിഞ്ഞ് 10 മാസം പിന്നിട്ടിട്ടും ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിച്ചതിൻ്റെ 1/3 സൗജന്യ കണക്ഷൻ പോലും നൽകാനാകാതെ കെ ഫോൺ കിതയ്ക്കുന്നു. വാണിജ്യ കണക്ഷൻ അടക്കം വരുമാന വർധനവിന് ഏർപ്പെടുത്തിയ സംവിധാനങ്ങൾക്കുമില്ല പ്രതീക്ഷിച്ച വേഗത. പ്രതിദിനം 1000 കണക്ഷൻ ലക്ഷ്യമിട്ടെങ്കിലും 10 മാസത്തിനിടെ നാളിതുവരെ നൽകിയത് വെറും 4102 കണക്ഷൻ മാത്രമാണ്. ഡാക് കേബിൾ വാടകയും പ്രതീക്ഷിച്ചതിൻ്റെ പകുതി മാത്രമാണ് കിട്ടുന്നത്. കെ ഫോൺ വഴി കാര്യക്ഷമതയുള്ള ഇന്റർനെറ്റ് സംവിധാനം പ്രതീക്ഷിച്ച് BSNLുമായുള്ള കരാർ അവസാനിപ്പിക്കാനിരുന്ന ട്രഷറി വകുപ്പിന് ആശ്രയം BSNL തന്നെയാണ് ഇപ്പോഴും. ഉദ്ഘാടനം കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞിട്ടും സേവന കാര്യത്തിൽ വേണ്ടത്ര പുരോഗതി ഇല്ലാത്തതിനെ തുടർന്ന് BSNLുമായി കരാർ തുടരാൻ ട്രഷറി വകുപ്പിന് സർക്കാർ അനുമതി നൽകി. സംസ്ഥാനത്തിന്റെ സ്വപ്ന പദ്ധതിയായ കെ ഫോൺ ഫലപ്രാപ്തിയിലെത്താൻ എല്ലാ ഓഫീസുകളിലും കെ ഫോൺ വഴിയുള്ള ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നു എന്നുറപ്പാക്കാൻ നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു. മറ്റ് കണക്ഷനുകളാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ അവ വിച്ഛേദിക്കാനും ചീഫ് സെക്രട്ടറിയാണ് നിർദ്ദേശം നൽകിയത്. സർക്കാർ നിർദ്ദേശം വന്നതിന് പിന്നാലെ 51 ട്രഷറി ഓഫീസുകളിലും കെ ഫോൺ ഇന്റർനെറ്റ് കണക്ഷൻ സ്ഥാപിച്ചെങ്കിലും പൂർണ്ണമായും അതിനെ മാത്രം ജീവനക്കാർക്ക് ആശ്രയിക്കാനായില്ല. ഇതിനിടെ 2018 മുതൽ BSNLുമായി ഉണ്ടായിരുന്ന ഇന്റർനെറ്റ് ലീസ് ലൈനിന്റെ കാലാവധി തീരുകയും ചെയ്തു. എന്നാൽ BSNLുമായി കരാർ പുതുക്കാതെ കെ ഫോണിനെ മാത്രം ആശ്രയിച്ചാൽ ട്രഷറി പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ടേക്കാമെന്ന സംശയത്തെ തുടർന്ന് ട്രഷറി വകുപ്പ് സർക്കാരിനെ സമീപിക്കുകയായിരുന്നു. BSNL നൽകുന്ന തരത്തിലുള്ള സേവനവും പിന്തുണയും കെ ഫോണിൽ നിന്ന് ലഭിക്കുന്നതുവരെ കരാർ തുടരാനുള്ള ട്രഷറി വകുപ്പിന്റെ ആവശ്യം സർക്കാർ അംഗീകരിച്ചു. ഇക്കഴിഞ്ഞ ജൂൺ 5-ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ട കെ ഫോൺ പദ്ധതി അതിനുശേഷം ഇഴയുകയായിരുന്നുവെന്നാണ് കണക്കുകൾ പറയുന്നത്. സംസ്ഥാനത്തെ 30,000 സർക്കാർ ഓഫീസുകളിൽ ഇന്റർനെറ്റ് സേവനം ലഭ്യമാക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. ഉദ്ഘാടന സമയം വരെ 17,412 ഓഫീസുകളിൽ കണക്ഷൻ എത്തിക്കാൻ കെ ഫോണിന് കഴിഞ്ഞിരുന്നു. എന്നാൽ ഉദ്ഘാടനം കഴിഞ്ഞ് ഇത്രയും നാളായിട്ടും ആകെ 20,000-നടുത്ത് കണക്ഷനേ ആയുള്ളൂ. ഓരോ മണ്ഡലത്തിലും 100 പേർക്ക് വീതം 14,000 സൗജന്യ കണക്ഷനുകൾ നൽകുമെന്ന് അറിയിച്ചിരുന്നു. 6 മാസം മുൻപ് 22,000 പേർക്ക് കണക്ഷൻ നൽകി. എന്നാൽ അതിനുശേഷം 1,515 വീടുകളിലേക്ക് കണക്ഷൻ നൽകിയിട്ടുള്ളൂ. 6,200 വീടുകളിൽ കണക്ഷൻ നൽകാനുള്ള അടിസ്ഥാന സൗകര്യം ഒരുക്കിയിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു. അതേസമയം 30,000 സർക്കാർ ഓഫീസുകളിൽ 28,428 ഓഫീസുകളിലും കെ ഫോൺ വഴി കണക്ഷൻ ലഭ്യമാക്കുന്നതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. കേബിളുകൾ വലിക്കുന്നതും ഏകദേശം പൂർത്തിയായി. എൻ്റെ കെ ഫോൺ എന്ന മൊബൈൽ ആപ്പിലൂടെ ആവശ്യക്കാർക്ക് പേര് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ 1,00,000-ഓളം അപേക്ഷകൾ ലഭിച്ചെങ്കിലും കണക്ഷൻ നൽകുന്നതിന് അനുമതി ലഭിച്ച പ്രാദേശിക ഓപ്പറേറ്റർമാർ മുഖേനയുള്ള സേവനം കാര്യക്ഷമമായില്ല. കണക്ഷൻ അപേക്ഷിച്ച് 6 മാസം കഴിഞ്ഞവർക്ക് പോലും ഒരറിയിപ്പും ഇതുവരെ ലഭിച്ചിട്ടില്ല. സംസ്ഥാനത്ത് 20 ലക്ഷം കുടുംബങ്ങൾക്ക് സൗജന്യ കണക്ഷനെന്നായിരുന്നു പ്രഖ്യാപനം. അത് പിന്നെ ആദ്യഘട്ടത്തിൽ 14,000 എണ്ണമെന്നായി. ഒരു മണ്ഡലത്തിൽ 100 പേർ എന്ന കണക്കിൽ 140 നിയോജക മണ്ഡലങ്ങളിൽ അത് കൊടുത്തു തീർക്കാൻ പോലും കഴിയാതെ 10 മാസമായി കെ ഫോൺ കിതയ്ക്കുകയാണ്. കരാറെടുത്ത കേരള വിഷന്റെ വീഴ്ചയെന്ന് കെ ഫോണും കിട്ടിയ ലിസ്റ്റ് KYC ഒക്കുന്നത് പോലും ആയിരുന്നില്ല എന്ന് കേരള വിഷനും പറയുന്നു. ഉദ്ഘാടന ദിവസം 2,105 കുടുംബങ്ങളിലേക്ക് സൗജന്യ കണക്ഷൻ കിട്ടിയെന്ന് അവകാശപ്പെട്ട കെ ഫോൺ ഇതുവരെ അധികം നൽകിയത് വെറും 3,199 കണക്ഷനുകൾ മാത്രമാണ്. 30,438 സർക്കാർ ഓഫീസുകളിൽ ഇപ്പോഴും 21,072 ഓഫീസുകളിൽ മാത്രമാണ് കെ ഫോൺ കണക്ഷൻ ഉള്ളത്. പദ്ധതി ചെലവും പരിപാലന തുകയും ഈ വർഷം മുതൽ കിഫ്ബി വായ്പാ തിരിച്ചടവും അടക്കം ഭീമമായ തുക വേണം പിടിച്ചു നിൽക്കാൻ. താരിഫ് നിശ്ചയിച്ച് പ്രതിദിനം 1000 വാണിജ്യ കണക്ഷൻ നൽകി തുടങ്ങാൻ ലക്ഷ്യമിട്ടിരുന്നെങ്കിലും 10 മാസം കൊണ്ട് ഇതുവരെ ആകെ കൊടുത്തത് 4,102 എണ്ണം മാത്രം. ഇന്റർനെറ്റ് ഉപഭോഗം കൂടുതലുള്ള 3,000 വൻകിട സ്ഥാപനങ്ങൾ ഉദ്ദേശിച്ചതിൽ 36 എണ്ണം മാത്രമാണ് ഇപ്പോഴും കെ ഫോണിന്റെ ലിസ്റ്റിലുള്ളത്. 30,000 കിലോമീറ്ററിൽ സംസ്ഥാനത്ത് സജ്ജമാക്കിയ ഒപ്റ്റിക്കൽ ഫൈബർ നെറ്റ്വർക്ക് ശൃംഖലയിൽ 78,000 കിലോമീറ്ററെങ്കിലും വാടകയ്ക്ക് നൽകാനാകുമെന്നായിരുന്നു കെ ഫോൺ പറഞ്ഞിരുന്നത്. കിലോമീറ്ററിന് ചുരുങ്ങിയത് 20,000 രൂപ വാടക കിട്ടുമെന്നും ശരാശരി 10,000 രൂപ നിരക്കിൽ 3,100 കിലോമീറ്റർ കേബിൾ മാത്രമേ ഇതുവരെ വാടകയ്ക്ക് നൽകാനും ആയിട്ടുള്ളൂ.